ഈ വർഷം ആദ്യമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിൽ ഇറാൻ ഈ ഗൾഫ് മേഖലയിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി. അതിൽ ഖത്തറിലടക്കം ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടായി. അങ്ങനെ തൊഴിലാളികളെല്ലാം തന്നെ കൂട്ടമായി ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ഒരു കരാർ പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിർത്തിവച്ചിരിക്കുന്നു. ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് ആ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. നിലവിൽ ആ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികൾ വീണ്ടും പണിക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുറത്തേക്ക് വന്നത്. അതായത് ഖത്തറിലെ റാസ് ലഫാൻ ദ്രവീകൃത പ്രകൃതിവാതക സമുച്ചയത്തിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെടുകയും 66 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. രാജ്യത്തെ പ്രധാന LNG ഉൽപാദന കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായിക നഗരത്തിന്റെ ഭാഗമായ ബർസാനിലെ പ്രാദേശിക വാതക വിതരണ കേന്ദ്രത്തിലുണ്ടായ ഒരു സാങ്കേതിക അപകടം എന്നാണ് ഖത്തർ അധികൃതർ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള ഊർജ്ജ കയറ്റുമതിയെ സാരമായി ബാധിച്ച ഇറാൻ യുദ്ധകാലത്ത് തകർന്ന പ്ലാന്റുകളിലെ ഉൽപാദനവും അതോടൊപ്പം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. 13 പേർ മരിച്ചതായും 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇരകൾ ഏത് രാജ്യക്കാരാണെന്ന് അധികൃതർ ഉടൻ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. എത്ര പേർ മരിച്ചു എന്ന് ഇപ്പോൾ ഒരു 15 പേർ മരിച്ചു എന്നൊരു കണക്കാണ്. അത് അനൗദ്യോഗികമായ കണക്കാണ്. കൂടുതലായി അന്വേഷണം നടത്തിയാൽ മാത്രമേ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായ ഒരു കണക്ക് ലഭിക്കുള്ളൂ. എന്നിരുന്നാലും സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ദോഹയിലെ ഇന്ത്യൻ എംബസി നിരവധി പേർക്ക് പരിക്കേറ്റതായും ചിലരെ കാണാതായതായും അറിയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഹ്ലാദത്തിൽ ജനാലകൾ തകർന്നു. കൂടാതെ വ്യവസായിക സമുച്ചയത്തിൽ നിന്ന് 70 കിലോമീറ്ററിലധികം അകലെയുള്ള മധ്യ ദോഹയിൽ ഉടനീളം ഇത് അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇന്നലെ നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ദോഹയിലെ ഇന്ത്യൻ എംബസി അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ അവർ ഹെൽപ്ലൈൻ നമ്പർ അടക്കം ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു, ചിലരെ കാണാതായതായി അധികൃതർ അറിയിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ LNG കയറ്റുമതി ശേഷിയെ ബാധിച്ചിട്ടില്ല എന്നും സംഭവത്തിന്റെ ഫലമായി പാരിസ്ഥിതിക അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഖത്തർ ഊർജ്ജ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത്. ഇറാൻ സംഘർഷത്തിനിടെ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തതിനു ശേഷം പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിൽ ഗൾഫ് ഊർജ്ജ ഉൽപാദകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഈ സംഭവം എടുത്തു കാണിക്കുന്നുണ്ട്. ഹോർമോസ് കടലിടുക്കിനെ പ്രാഥമിക കയറ്റുമതി മാർഗമായി ആശ്രയിക്കുന്നതിനാലും LNG കയറ്റുമതിക്ക് ബദൽ മാർഗങ്ങളുടെ അഭാവം മൂലവുമാണ് ഖത്തർ പ്രത്യേകിച്ചും ദുർബലമായത്. LNG ഉൽപാദനം പുനരാരംഭിക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. താപ ആഘാതം ഒഴിവാക്കാൻ ഉപകരണങ്ങൾ ക്രമേണ തണുപ്പിക്കേണ്ടതുണ്ട്. LNG ട്രെയിനുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതിന് പകരം തുടർച്ചയായി ഓൺലൈനിൽ തിരികെ കൊണ്ടുവരണമെന്ന് വ്യവസായ വിദഗ്ധർ പറയുന്നുണ്ട്. ഖത്തറിലെ LNG വ്യവസായത്തിന്റെ കേന്ദ്രമായ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി വാർഷിക ഉൽപാദനശേഷി 77 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. മാർച്ചിൽ ഇറാനിയൻ മിസൈലുകൾ 2 പ്രധാന ഗ്യാസ് പ്രോസസിംഗ് യൂണിറ്റുകളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇത് ഖത്തറിന്റെ LNG കയറ്റുമതി ശേഷിയുടെ ഏകദേശം 17% അന്ന് കുറച്ചത്. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 3 മുതൽ 5 വർഷം വരെ എടുക്കുമെന്നാണ് ഖത്തർ എനർജി മുമ്പ് പറഞ്ഞത്. സംഘർഷം ഓഫ്ഷോർ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഓൺഷോർ പ്രോസസിംഗ് സൗകര്യങ്ങളിൽ നിന്നും ഏകദേശം 10,000 തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാക്കി. മേഖലയിലെ ഏറ്റവും വലിയ US സൈനിക താവളങ്ങളിൽ ഒന്നാണ് ഖത്തർ. കൂടാതെ യുദ്ധകാലത്ത് ഇറാനിയൻ മിസൈൽ അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ ഖത്തറിനെ ആവർത്തിച്ച് ലക്ഷ്യം വെച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ആഗോള LNG കൂടാതെ വിതരണത്തിന്റെ ഏകദേശം 20% ഗൾഫിൽ കുടുങ്ങിപ്പോവുകയും കയറ്റുമതി ക്രമേണ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു.